നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം എന്തുകൊണ്ടാണ് ഞാൻ ചെയ്തത്? അല്ലെങ്കിൽ ആ വ്യക്തി പറയുന്നത് തെറ്റാണെന്ന് എനിക്ക് അറിയാമായിരുന്നു, പക്ഷേ അവസാനം ഞാൻ അവരെ വിശ്വസിച്ചു. ഇത് വെറും യാദൃശ്ചികമല്ല. ചില ആളുകൾക്ക് മറ്റുള്ളവരുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. ഈ കഴിവിനെ ചിലർ മാനിപ്യുലേഷൻ എന്നും അതിന്റെ ഇരുണ്ട വശത്തെ ഡാർക്ക് സൈക്കോളജി എന്നും വിളിക്കുന്നു. പാർട്ട് 1. മാനിപ്യുലേഷൻ എന്താണ്? മാനിപ്യുലേഷൻ എന്നത് ഒരാളെ നേരിട്ട് നിർബന്ധിക്കാതെ അവരുടെ വികാരങ്ങളെയും ചിന്തകളെയും ഉപയോഗിച്ച് സ്വന്തം ലക്ഷ്യം നേടുന്ന ഒരു രീതിയാണ്. മാനിപ്യുലേറ്റേഴ്സ് സാധാരണയായി ശക്തി ഉപയോഗിക്കില്ല. അവർ ഉപയോഗിക്കുന്നത് വികാരങ്ങൾ, കുറ്റബോധം, ഭയം, സ്നേഹം, വിശ്വാസം ഇവയാണ്. അവർ നിങ്ങളുടെ മനസ്സിന്റെ വാതിൽ തുറക്കുന്നത് താക്കോൽ കൊണ്ടല്ല, നിങ്ങളുടെ വികാരങ്ങൾ കൊണ്ടാണ്. പാർട്ട് 2. ഗിൽറ്റ് ട്രാപ്പ്. ഒരു മാനിപ്യുലേറ്റർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആയുധം ഗിൽറ്റാണ്. ഉദാഹരണത്തിന്, ഞാൻ നിനക്കായി ഇത്രയും ചെയ്തു, നീ ഇത്രയും പോലും ചെയ്യില്ലേ? ഈ ഒരു വാചകം കേൾക്കുമ്പോൾ തന്നെ പലരും നോ പറയാനുള്ള കഴിവ് നഷ്ടപ്പെടുത്തും. കാരണം മനുഷ്യർ സ്വാഭാവികമായി കുറ്റബോധം ഒഴിവാക്കാൻ ശ്രമിക്കും. മാനിപ്യുലേറ്റർ അതാണ് ഉപയോഗിക്കുന്നത്. പാർട്ട് 3. ഗ്യാസ്ലൈറ്റിംഗ്. ഏറ്റവും അപകടകരമായ ടെക്നിക്കുകളിൽ ഒന്നാണ് ഗ്യാസ്ലൈറ്റിംഗ്. ഇതിന്റെ ലക്ഷ്യം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഓർമ്മകളെയും തീരുമാനങ്ങളെയും സംശയിക്കാൻ തുടങ്ങുക. ഉദാഹരണം, നിങ്ങൾ എന്തോ വ്യക്തമായി കണ്ടു, പക്ഷേ ആ വ്യക്തി പറയുന്നു അത് നടന്നിട്ടില്ല, നീ തെറ്റായി ഓർക്കുകയാണ്, നിനക്ക് എല്ലാം ഓവർ തിങ്കിങ് ആണ്. ഇത് പലതവണ ആവർത്തിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ നിങ്ങൾ തന്നെ നിങ്ങളെ സംശയിക്കാൻ തുടങ്ങും. പാർട്ട് 4. ലവ് ബോംബിംഗ്. ആരംഭത്തിൽ ചിലർ നിങ്ങളെ അത്യധികം പ്രശംസിക്കും, അത്യധികം ശ്രദ്ധ നൽകും, എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങൾ കരുതും ഇവരെപ്പോലൊരു നല്ല വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ പിന്നീട് അവർ മാറും. കാരണം അവരുടെ ലക്ഷ്യം സ്നേഹം നൽകുക അല്ലായിരുന്നു, നിങ്ങളുടെ വിശ്വാസം നേടുക ആയിരുന്നു. ഈ ടെക്നിക്കിനെയാണ് ലവ് ബോംബിംഗ് എന്ന് പറയുന്നത്. പാർട്ട് 5. ഫിയർ കൺട്രോൾ. മനുഷ്യരുടെ ഏറ്റവും ശക്തമായ വികാരങ്ങളിൽ ഒന്നാണ് ഭയം. മാനിപ്യുലേറ്റർ പലപ്പോഴും ഭയം സൃഷ്ടിക്കും. ഇത് ചെയ്തില്ലെങ്കിൽ നിനക്ക് പ്രശ്നമാകും, എന്നെ നഷ്ടപ്പെട്ടാൽ നീ ഒറ്റപ്പെടും, നിനക്ക് എന്നെക്കാൾ നല്ല ഒരാളെ കിട്ടില്ല. ഇത്തരം വാക്കുകൾ കേൾക്കുമ്പോൾ ആളുകൾ യുക്തിപരമായി ചിന്തിക്കുന്നത് നിർത്തി ഭയത്തെ അടിസ്ഥാനമാക്കി തീരുമാനമെടുക്കും. പാർട്ട് 6. വൈ പീപ്പിൾ ഫോൾ ഫോർ ഇറ്റ്. കാരണം മാനിപ്യുലേറ്റേഴ്സ് ബലഹീനരായ ആളുകളെ മാത്രം ലക്ഷ്യമിടുന്നില്ല, അവർ മനുഷ്യരെയാണ് ലക്ഷ്യമിടുന്നത്. നമുക്കെല്ലാവർക്കും സ്നേഹം വേണം, അംഗീകാരം വേണം, ശ്രദ്ധ വേണം, സുരക്ഷ വേണം. ഈ ആവശ്യങ്ങൾ ഉള്ളിടത്താണ് മാനിപ്യുലേഷൻ പ്രവർത്തിക്കുന്നത്.